രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനമെടുക്കും. രാവിലെ ചേരുന്ന മുന്നണി യോഗം പുനഃസംഘടന ചർച്ച ചെയ്യും. മന്ത്രിസഭാ രൂപീകരണ സമയത്തുണ്ടായ ധാരണ പ്രകാരം ഘടകകക്ഷികളായ 4 MLA-മാരിൽ 2 പേർക്ക് 2 വർഷവും മറ്റ് 2 പേർക്ക് 2 വർഷവുമാണ് തീരുമാനിച്ചത്. അനുരാഗ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുരാഗ്, എത്ര മണിയോടെയായിരിക്കും യോഗം ആരംഭിക്കുക? മറ്റെന്തൊക്കെയാണ് യോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ? രാവിലെ 10:30 AK സെന്ററിൽ വെച്ചാണ് ഇടതുമുന്നണി യോഗം ചേരുക. പ്രധാനമായും മുന്നണി യോഗം പുനഃസംഘടന തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ആന്റണി രാജുവിനും അഹമ്മദ് ദേവർഗോവിലിനും പകരം ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാകും മന്ത്രിസഭയിൽ എത്തുക. മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തന്നെ ഉണ്ടായ ധാരണ പ്രകാരം ഘടകകക്ഷികളായ 4 MLA-മാരിൽ 2 പേർക്ക് 2 വർഷവും മറ്റ് 2 പേർക്ക് 2.5 വർഷവുമാണ് തീരുമാനിച്ചത്. അത് പ്രകാരമാണ് പുനഃസംഘടന നടക്കുക. ഈ മാസം തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. എന്തായാലും അല്പസമയത്തിനകം മന്ത്രി ആന്റണി രാജു ഔദ്യോഗിക വസതിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ കാണാനായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ആന്റണി രാജുവിനെ സംബന്ധിച്ച് മികച്ച ഒരു ഗതാഗത മന്ത്രി തന്നെയായിരുന്നു. നിരവധി പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ച് വിജയിപ്പിച്ചത്. സിറ്റി സർക്കുലർ ആയാലും ഇലക്ട്രിക് ബസ്സുകളായാലും സ്വിഫ്റ്റ് ആയാലും അങ്ങനെ നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് അതിൽ വിജയം കണ്ടെത്തി. അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ ആദ്യ കപ്പലെത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ സംസ്ഥാനത്തിന് തല ഉയർത്തി തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. എന്തായാലും അടുത്തു വരുന്ന മന്ത്രിമാർ ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതുമുഖങ്ങളല്ല, നേരത്തെ തന്നെ മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും അല്പസമയത്തിനകം ചേരുന്ന ഇടതുമുന്നണി യോഗം മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമെടുക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കും. രാവിലെ 10:30-ഓടെയാണ് യോഗം ആരംഭിക്കുക. അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത്.